കഴിഞ്ഞ ദിവസമാണ് മനുഷ്യന്റെ അസ്ഥികൾ ഉപയോഗിച്ചുണ്ടാക്കിയ മാരകമായ പുതിയ തരം സിന്തറ്റിക് ലഹരിയുമായി യുവതി പിടിയിലായത്. ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു 21കാരി അറസ്റ്റിലായത്. മുൻ വിമാന ജീവനക്കാരിയായ ബ്രിട്ടീഷുകാരി ഷാർലറ്റ് മേലിയാണ് കേസിൽ കുടുങ്ങിയത്. ശ്രീലങ്കയിലെ കൊളംബോ വിമാനത്താവളത്തിൽ നിന്നാണ് ഇവർ വലയിൽ കുടുങ്ങിയത്. ഈ മാരക ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉന്മാദം ലഭിക്കുന്ന അവസ്ഥയാണെന്നും എപ്പോഴും ചിരിച്ചു കിളിപോയ മുഖമാണെന്നും പറയുന്നു. അതുപോലെ അടിച്ച കറക്കം മാറാൻ ആഴ്ചകൾ എടുക്കുമെന്നും വ്യക്തമാക്കുന്നു. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ സിറാലിയോണിലാണ് മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ടുള്ള സിന്തറ്റിക് ലഹരി നിർമ്മിച്ചതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. കുഷ് എന്നാണ് ഈ ലഹരി മരുന്നിന്റെ പേര്. 45 കിലോയോളം മയക്കുമരുന്ന് സ്യൂട്ട് കേസുകളിൽ നിറച്ചാണ് യുവതി എത്തിയത്. ഏകദേശം 28 കോടി രൂപയാണ് ഇതിന്റെ വിപണി വില. നിലവിൽ യുവതിയെ വടക്കൻ കൊളംബോയിലുള്ള ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയാൽ 25 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. യുവതിയെ കുടുംബവുമായി ബന്ധപ്പെടാനും അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊളംബോ വിമാനത്താവളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ലഹരി വേട്ടയാണിതെന്ന് ശ്രീലങ്കൻ കസ്റ്റംസ് വ്യക്തമാക്കി. അതേസമയം താൻ അറിയാതെയാണ് ലഹരി മരുന്ന് സ്യൂട്ട് കേസിൽ എത്തിയതെന്നാണ് ഷാർലറ്റ് പറയുന്നത്. യുവതിയെ കുടുക്കിയതാണെന്ന് അഭിഭാഷകനായ സമ്പത്ത് പെരേരയും വാദിക്കുന്നു. ഷാർലറ്റ് തായ്ലാന്റിൽ ജോലി ചെയ്യുകയായിരുന്നു. 30 ദിവസത്തെ വിസ കാലാവധി അവസാനിക്കാറായതിനാൽ രാജ്യം വിടാൻ നിർബന്ധിതയായി. തായ് വിസ പുതുക്കുന്നതിനാണ് ശ്രീലങ്കയിലെ എത്തിയതെന്നും അഭിഭാഷകൻ പറഞ്ഞു. ഇത്തരത്തിലെ മയക്കുമരുന്ന് മുൻപ് കണ്ടിട്ടില്ലെന്നും തന്റെ സ്യൂട്ട് കേസിനുള്ളിൽ ആരാണിത് വെച്ചതെന്ന് അറിയാമെന്നും യുവതി പറയുന്നു. മാരകമായ വിഷവസ്തുക്കൾ ചേർത്താണ് കുഷ് എന്ന ലഹരി മരുന്ന് നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മനുഷ്യന്റെ അസ്ഥിയുടെ പൊടി. മണിക്കൂറുകളോളം മയക്കി കിടത്തുന്നു എന്നതാണ് ഈ ലഹരി മരുന്നിന്റെ പ്രത്യേകത. കുഷിന്റെ നിർമ്മാണത്തിനായി കല്ലറകൾ തകർത്ത് അസ്ഥികൾ മോഷ്ടിക്കുന്ന സംഭവങ്ങൾ വ്യാപകമാവുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുഷിന്റെ ദുരുപയോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം സിറാ ലിയോൺ പ്രസിഡന്റ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.